അസ്സലാമലൈക്കും. വാലൈക്കും സലാം. കൊറേ ടൈമായില്ലേ കാത്തിരിക്കണേ. മഴ കാരണം ഒരൊറ്റ ഓട്ടർസും കിട്ടണില്ല. റേഷൻ പീടിക പോയതായിരുന്നു, അതാണ് സാർ നേരം വൈകിയതിട്ടാ. പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? വാടക ഒന്നാം തീയതി തരണം. ഞാൻ ഈ വാടക വില ജീവിക്കണം. എന്റെ മാപ്പിള മരിച്ച 5 കൊല്ലായിക്കണം. അപ്പൊ ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കണമെങ്കിൽ. വാടകമല ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. ഇല്ല മോളെ, ഞാനൊരു വീട്ടുപണിക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അവിടുന്ന് എനിക്ക് 25 ശമ്പളം കിട്ടും. അപ്പൊ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് തരാം. ഞാനൊരു വീട്ടും നിർത്തൂല. വാടകന്റെ പ്രശ്നം വരാതെ. പിന്നെ പേടിക്കാനൊന്നുമില്ല, അവിടെ ഒക്കെ ആൾക്കാർ ഒറ്റക്ക് ഇവിടെ കിടക്കും, ഒരു പേടിയും പേടിക്കും മോളെ. എന്നാലും നമ്മളെ ഒറ്റക്ക് കിടക്കണ്ടേ? വീട് പോലെ കൊണ്ടെടുക്കുക കേട്ടാ. അത് വൃത്തിയിലാക്കി കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ പോട്ടെ. ആരാ? ആളുണ്ടല്ലേ? ഞാനിവിടെ അടുത്തുള്ളതാണ്. ഇവിടെ പുതിയ താമസക്കാരൊക്കെ വന്നിക്കെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് പരിചയപ്പെടാനെന്ന് വിചാരിച്ചു വന്നതാണ്. കേറിക്കോളി. അങ്ങനെ തന്നെ അല്ലേ? തമ്മിൽ പരിചയപ്പെടണല്ലോ, അയൽവാസികളല്ലേ, പരിചയപ്പെടണല്ല. കേറിക്കോളി. വരി, അത് കേറിയിരിക്കാം. ഞാൻ എന്തെങ്കിലും പിള്ളേർക്ക് ചായ വെള്ളം എടുക്കാം. ആ ചായ വെള്ളമൊക്കെ നമുക്ക് ഇനിയും കുടിക്കാം. ഇൻഷാല്ലാ അവിടെ ഇരിക്കുന്നത്. നമ്മള് വീട് ബ്രോക്കർ മുഖാന്തരം വന്നത്. മോളെ, ബ്രോക്കർ മുഖാന്തരം വന്നായിരുന്നു. ഇത് എന്നോടൊന്നും പറഞ്ഞില്ല. ഇവിടെ പരിസരമൊക്കെ നല്ല സാധാരണയുള്ള ആൾക്കാരാണ് പറഞ്ഞത്. എന്തായിരുന്നു? ഒന്നുമില്ല, ഇവിടെ പ്രേതശല്യമുള്ള വീടാണ്. എന്റെ മോളെ, ഇവിടെ 5 കൊല്ലായി നമുക്ക് ഒരു മാപ്പിള മരിച്ചിട്ട്. അതിനൊക്കെ ഇവിടെ മര്യാദക്ക് വാടകക്കാരായി വന്നിട്ടില്ല. 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കൂല. ഭയങ്കര ഒച്ചകൂടി. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തില്ല. ഇപ്പൊ ലേറ്റ് കണ്ടപ്പോ വന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങൾ പറയില്ല. ഞാൻ പറയില്ല മോളെ. ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിന്നോളി. നോക്കിങ്ങള് എങ്ങനെ വന്നിട്ട്. ഞാൻ മോളെ ആരും ഒരാണും തുണി ഞാൻ ഒറ്റയ്ക്ക് എന്നോട് പറയേണ്ടതായിരുന്നു. എന്താ ഞാൻ പോട്ടെന്നാല് മോളെ. ഞാൻ പേടിച്ചു. നീ എന്ത് ചെയ്യാ? നിങ്ങൾ നോക്കി എന്തായാലും എന്റെ പഠിച്ചവനെ. ആരാ? നിങ്ങൾ ഇവിടുത്തെ അയൽവാസിയാ? അയൽവാസിയല്ല, ഞാൻ ഈ വീട്ടിന്റെ അവകാശിയാണ്. 5 വർഷമായി ഞാൻ മരിച്ചുപോയ ആളാണ്.